ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? കൊറിയർ സർവീസുമായി KSRTC ലാഭത്തിലേക്ക്. സ്വർണ്ണവില റെക്കോർഡും കടന്ന് മുന്നോട്ടോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഒരു സമയത്ത് KSRTCക്ക് നഷ്ടങ്ങളുടെ കഥ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലാഭക്കണക്കുകളാണ് പറയാനുള്ളത്. ടിക്കറ്റ് ഇതര വരുമാനത്തിൽ ശ്രദ്ധ കൊടുത്തതോടെയാണ് KSRTCക്ക് ലാഭം ലഭിച്ചു തുടങ്ങിയത്. ഇത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ KSRTC ആരംഭിച്ച പദ്ധതിയാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ്. കൊറിയർ സർവീസ് ആരംഭിച്ച് ഒരു വർഷം കൊണ്ട് 3.82 കോടി രൂപയാണ് നേടിയത്. അതായത് 1 കോടിയോളം രൂപയുടെ ലാഭമാണ് KSRTC കൈവരിച്ചത്. KSRTCയുടെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസിന് മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളുടെ ഇടയിൽ ലഭിക്കുന്നത്. 16 മണിക്കൂറിൽ കേരളത്തിൽ എവിടെയും കൊറിയർ സർവീസ് എത്തിക്കുമെന്നതും മറ്റു കൊറിയർ സർവീസുകളെ അപേക്ഷിച്ച് റേറ്റ് 30% കുറവാണെന്നുമാണ് പദ്ധതിയുടെ പ്രത്യേകത. 2023 ജൂണിൽ ആരംഭിച്ച കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് KSRTC ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോകളിലേക്കാണ് സേവനം നൽകുന്നത്. ഉപഭോക്താക്കൾക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് കൊറിയറുകൾ കൈപ്പറ്റാൻ സാധിക്കും. KSRTC ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസുകളാണ് കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. KSRTC ബസ്സുകളിലൂടെയാണ് നിലവിൽ കൊറിയറുകളും പാഴ്സലുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ 47 ഡിപ്പോകളിൽ ഈ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. 15 കൗണ്ടറുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ 32 കൗണ്ടറുകൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്നു. സ്വകാര്യ കൊറിയർ സേവനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ലഭ്യമാക്കുന്നത്. അതിപ്പോൾ നമ്മൾ സർവീസ് ബസ്സിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ പാർസലുകൾ നമ്മൾ അധികം കൈകാര്യം ചെയ്യുന്നില്ല. നമ്മൾ ചെറിയതായിട്ടുള്ള പാർസലുകൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു പാർസൽ കഴിവതും ഒരു മിനിമം 15 കിലോയിൽ താഴെ രീതിയിൽ പാക്ക് ചെയ്ത് നമ്മൾ ഭംഗിയായി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് അയക്കുന്നുണ്ട്. അത് 1 കിലോ വരെ നമ്മൾക്കിപ്പോൾ ഒരു 200 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഒരു 130 രൂപ അതിൻ്റെ റേഞ്ച് വരും. 200 കിലോമീറ്ററിന് മുകളിലോട്ടാണെങ്കിൽ 254 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് 1 കിലോ മുതൽ 5 കിലോ വരെ. 5 കിലോയിൽ കൂടുതലാണെങ്കിൽ എൻ്റെ താരിഫ് മാറും. അത് 156, 305 അങ്ങനെ താരിഫിലേക്ക് മാറും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അകത്തും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കോയമ്പത്തൂരും നാഗർകോവിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കഴിവതും നമ്മൾ നേരത്തെ പാർസലുകൾ എത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മലബാർ മേഖലകളിലാണ് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം സുൽത്താൻ ബത്തേരി, വയനാട് ഭാഗങ്ങളിലേക്ക് നമുക്ക് ബസ് കുറവായതുകൊണ്ട് അത് നമുക്ക് അന്ന് തന്നെ ഡെലിവറി കൊടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. എങ്കിലും മാക്സിമം നമ്മൾ ത്രൂട്ടായിട്ട് ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം ഒരു 300-നും 250 ഇടയിൽ പാർസൽ വൈറ്റിയിൽ ബുക്കിംഗ് നടക്കുന്നുണ്ട്. അത്രയും തന്നെ പാർസലുകൾ ഞങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിന്. അത്രയും തന്നെ എൻ്റെ പാർസലുകൾ തന്നെ ഡെലിവറി ഇവിടെ വരുന്നവർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 600-700 കൺസൈൻമെൻറ്റുകൾ, അത് വെയിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. വെയിറ്റ് വരുമ്പോഴത്തേക്ക് നല്ലൊരു വെയിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കോർപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന തീപിടിച്ച വസ്തുക്കൾ, മറ്റേ ചീഞ്ഞതും മറ്റേ മത്സ്യം അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ കൈകാര്യം ചെയ്ത്. എങ്കിലും ആളുകൾ പല സാധനങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈവൻ എന്തിനാ പറയുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ബിരിയാണി അതുപോലെ ഫുഡ് ഒക്കെ പാക്ക് ചെയ്ത് പിള്ളേർക്ക്, ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് മാതാപിതാക്കൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മാക്സിമം നേരത്തെ ഇപ്പോൾ റോഡിൻ്റെ ഒരു വസ്തുകൊണ്ടാണ് നമുക്ക് തിരുവനന്തപുരം എറണാകുളം റണ്ണിങ് ടൈം ഒരു 7 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അതല്ല ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ. കാലത്തെ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഫുഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൂടെ കഴിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോവാം. എന്ത് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ച് പോകത്തക്ക രീതിയിൽ ചാർജ് അധികവും വരുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. വൈറ്റിലെ കൗണ്ടർ 24 മണിക്കൂറാണ് മെയിനായിട്ടുള്ള കൗണ്ടറുകൾ. മെച്ചപ്പെട്ട ട്രാക്കിംഗ് സംവിധാനമാണ് ഈ സേവനത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. ഉപഭോക്താക്കളുടെ ID പ്രൂഫ് ചിത്രങ്ങൾ, പോപ്പുകൾ, ലൊക്കേഷൻ മാപ്പിംഗ് എന്നിവയോടൊപ്പം തത്സമയ ഡെലിവറി അപ്ഡേറ്റുകളും ലഭ്യമാകും. കൊറിയർ അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അപ്ഡേറ്റുകൾ മെസ്സേജുകളായി ലഭിക്കും. സ്വീകരിക്കുന്നയാൾക്ക് സാധുവായ ID കാർഡ് പരിശോധിച്ച് മാത്രമേ സാധനങ്ങൾ കൈമാറൂ. ഇത് സുരക്ഷ ഉറപ്പാക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ കൊറിയർ കൈപ്പറ്റാത്ത പക്ഷം
പിഴ ഈടാക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് സമയബന്ധിതവും സുരക്ഷിതവുമായ ഡെലിവറിക്ക് പുറമെ കുറഞ്ഞ നിരക്കും ജനസൗഹൃദ സമീപനവും കൊണ്ട് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പുതിയ അധ്യായമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുന്ന KSRTCക്ക് ആശ്വാസമാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ്. പൊതുജനത്തിന്റെ പൂർണ്ണമായൊരു വിശ്വാസം കൂടെ നേടിയതോടെ ബമ്പറടിച്ചിരിക്കുകയാണ് KSRTCക്ക്. ക്യാമറമാൻ അനന്ത് തുറസിക്കൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഓണവും വിവാഹ സീസണും എത്തിയതോടെ സ്വർണ്ണവില വർധനവ് ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് വർധനയാണ് വില കൂടാനുള്ള പ്രധാന കാരണം. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തിയിരിക്കുകയാണ് ട്രംപ്. ചൈനയ്ക്കെതിരെയും അധിക തീരുവ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇത് വ്യാപാര യുദ്ധം അടുത്ത തലത്തിലേക്ക് ഉയർത്തുകയും ആഗോള സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരം സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിതത്വം തേടി സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുകയും വില ഉയരുകയും ചെയ്യും. ഇന്ത്യക്കുമേൽ മൊത്തം 50% ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപ് അടുത്തത് ചൈനയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ നടപടിയെടുത്ത താങ്കൾ ഇതേ കുറ്റത്തിന് ചൈനയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതും ഉടനെ ഉണ്ടാകും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഉൾപ്പെടുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേലുള്ള ട്രംപിന്റെ കടുത്ത നിലപാടുകൾ രാജ്യാന്തര സാമ്പത്തിക രംഗത്ത് അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഓഹരി കടപ്പത്ര കറൻസി വിപണികളെ അസ്ഥിരപ്പെടുത്തും. ഇതാണ് സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന നേട്ടം സമ്മാനിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്ത് ട്രംപ് തന്റെ വിശ്വസ്തരിൽ ഒരാളെ നിയമിക്കാൻ ശ്രമിക്കുന്നതും സ്വർണത്തിന് ഉത്തേജകമാകുന്നു. ട്രംപിന്റെ സ്വാധീനവും സമ്മർദ്ദവും വർദ്ധിക്കുന്നത് US ഫെഡിനെ പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാക്കും. പലിശ നിരക്ക് കുറയുന്നതോടെ ബാങ്ക് നിക്ഷേപങ്ങളും US കടപ്പത്രങ്ങളും അനാകർഷകമാകും. ഇവയിലേക്കുള്ള നിക്ഷേപം കുറയുന്നത് ഡോളറിനെ തളർത്തും. നിക്ഷേപകർ കൂടുതൽ നേട്ടം ലക്ഷ്യമിട്ട് ഗോൾഡ് ETF പോലുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറും. ഇതിനുള്ള സാധ്യതയാണ് സ്വർണ്ണവിലയ്ക്ക് ഊർജ്ജമാകുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാളികേരോൽപ്പന്നങ്ങൾ റെക്കോർഡ് വിലയിൽ നിന്നും സാങ്കേതിക തിരുത്തലിലേക്ക് വഴുതി. ഓണവേളയിൽ ആകർഷകമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഉപഭോക്താക്കൾ. ഉത്സവ സീസണിലെ ആവശ്യങ്ങൾക്കുള്ള സുഗന്ധവ്യഞ്ജന സംഭരണം ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകൾ ശക്തമാക്കി. കുരുമുളകും ഏലവും ശ്രദ്ധിക്കപ്പെട്ടു. ചിങ്ങം അടുത്തതോടെ കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങിയത് റബ്ബർ ടാപ്പിംഗിന് അവസരമൊരുക്കും. കൊപ്രാക്ഷാമത്തിൽ കത്തിക്കയറി വെളിച്ചെണ്ണ വിപണിയിൽ സാങ്കേതിക തിരുത്തൽ അനുഭവപ്പെട്ടു. വർഷാരംഭം മുതൽ ചൂടുപിടിച്ച എണ്ണ വിപണിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചത് രൂക്ഷമായ കൊപ്രാക്ഷാമം ഒന്നു മാത്രമാണ്. കാലാവസ്ഥാ വ്യതിയാനവും മുൻവർഷത്തെ കനത്ത ചൂടിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വെളിച്ചെണ്ണയും കൊപ്രയും പിണ്ണാക്കും മാത്രമല്ല ചിരട്ട പോലും ആരെയും അമ്പരപ്പിക്കും വിധം റെക്കോർഡ് വിലയായി. ഇതിനിടയിൽ വിഷുവും ഈസ്റ്ററും റംസാനുമെല്ലാം കടന്നുപോയി വിപണിയിൽ മാറ്റമുണ്ടായില്ല. ചരിത്ര നേട്ടങ്ങൾ പലതും മറികടന്ന് വെളിച്ചെണ്ണ ജൂലൈയിൽ കിലോ 393ലേക്കും കൊപ്ര 261 രൂപയിലേക്കും കുതിച്ചു. ഇതിനിടയിൽ ഓണ സീസണിലെ ബമ്പർ വിൽപ്പന മുന്നിൽ കണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ വൻകിട മില്ലുകാർ എണ്ണ നീക്കം കുറച്ച് അമിത വിലക്കയറ്റത്തിന് ശ്രമം നടത്തിയ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടത്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ഉത്സവവേളയിൽ വിതരണം നടത്തുമെന്ന് വ്യക്തമായതോടെ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് റിലീസിംഗിന് തുടക്കം കുറിച്ചത് വിപണിയിൽ സാങ്കേതിക തിരുത്തലിന് ഇടയാക്കി. വാരാവസാനം വെളിച്ചെണ്ണ കിൻഡലിന് 36,900ലേക്കും കൊപ്ര 23,200ലേക്കും ഇടിഞ്ഞു. ഉത്സവകാല ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് സംഭരണ തിരക്കിലാണ് ഉത്തരേന്ത്യൻ വ്യാപാരികൾ. ദക്ഷിണേന്ത്യയിൽ കുരുമുളകിന് വിൽപ്പനക്കാർ കുറഞ്ഞതിനാൽ ഉൽപ്പന്ന മികവ് കാണിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടുക്കി, വയനാട് മേഖലകളിലെ കർഷകരും മധ്യവർത്തികളും. ഇതുമൂലം അവർ വിൽപ്പനയ്ക്ക് ഉത്സാഹം കാണിക്കാതെ രംഗത്തു നിന്നും അകന്നത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കുന്നു. വില ഉയർത്തിയിട്ടും ചരക്കുവരവ് നാമമാത്രമാണ്. ഇതിനിടെ 2025 ആദ്യ 6 മാസ കാലയളവിൽ
വിയറ്റ്നാമിന്റെ കുരുമുളക് കയറ്റുമതിയിൽ വർധനവ് രേഖപ്പെടുത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമാണ് വിയറ്റ്നാം കുരുമുളക് ഇറക്കുമതിക്ക് ഉത്സാഹിച്ചത്. അതേസമയം അമേരിക്കൻ ഡിമാൻഡ് അല്പം കുറവായിരുന്നു. വിയറ്റ്നാമിൽ ഉൽപാദനം കുറവായതിനാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വിലവർധനയ്ക്ക് ഇത് അവസരമൊരുക്കുമെന്നാണ് സൂചന. അൺഗാർബിൾഡ് കിലോ 671 രൂപയെ ഉയർന്നു. ഹൈറേഞ്ചിൽ അനുകൂല കാലാവസ്ഥയിൽ നിലനിൽക്കുന്നതിനാൽ ഏലം ഉൽപാദനം വരും മാസങ്ങളിലും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ലേലകേന്ദ്രങ്ങളിലെത്തുന്ന ഏലയ്ക്ക പല അവസരത്തിലും വാങ്ങലുകാർ മത്സരിച്ച് ശേഖരിച്ചത് ശരാശരി ഇനങ്ങൾ 2500 രൂപയ്ക്ക് മുകളിൽ നീങ്ങാൻ അവസരമൊരുക്കി. ആഗസ്റ്റ് രണ്ടാം പകുതിയിൽ വിളവെടുപ്പ് ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഊർജിതമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ ഏലം സീസൺ സജീവമായ വാർത്തകൾ പുറത്തുവന്നതോടെ യൂറോപ്പിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും പുതിയ അന്വേഷണങ്ങളും എത്തുന്നുണ്ട്. കർക്കിടകം ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതിയിൽ കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങി. പുതിയ സാഹചര്യത്തിൽ ചിങ്ങം മുതൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും റബ്ബർ വെട്ട് സജീവമാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴമറയിട്ട തോട്ടങ്ങളിൽ ടാപ്പിംഗ് പുനരാരംഭിച്ചു. അടുത്ത വാരം മുതൽ ഉൽപാദനം ഉയർത്താനായേക്കും. കാലവർഷം ശക്തമായിരുന്നതിനാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ റബ്ബർ ഉൽപാദകർക്ക് കണക്കുകൂട്ടലിന് ഒത്തും മെച്ചപ്പെടുത്താനായില്ല. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ചിങ്ങം മുതൽ വൻകിട തോട്ടങ്ങളിലും ടാപ്പിംഗ് ഊർജിതമാവും. രാജ്യാന്തര റബ്ബർ അവധി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം നിലനിൽക്കുന്നതിനാൽ ബാങ്കോക്കിൽ ഷീറ്റിന് മുന്നേറാനാവുന്നില്ല. വിദേശമാന്ദ്യം ഇന്ത്യൻ റബ്ബറിനെയും സ്വാധീനിക്കും. 4ാം ഗ്രേഡ് കിലോ 202 രൂപയിൽ വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മാരുതിയുടെ മൈലേജ് കൂടിയ ഹൈബ്രിഡ് CNG മോഡൽ എത്തുന്നു. Y17 എന്ന കോഡ് നാമത്തിൽ വികസിപ്പിച്ച കാർ സെപ്റ്റംബർ 3 വിപണിയിലെത്തും. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് തുടങ്ങിയ ജനപ്രിയ SUV-കൾക്ക് എതിരാളിയായാണ് എസ്ക്യുഡോയുടെ വരവ്. പെട്രോൾ, ഇലക്ട്രിക് ഹൈബ്രിഡ്, CNG എന്നീ എഞ്ചിൻ മോഡലുകളിൽ പുതിയ വാഹനം ലഭിക്കും. Y17 എന്ന കോഡ് നാമത്തിലാണ് പുതിയ SUV-യെ മാരുതി സുസുക്കി വികസിപ്പിക്കുന്നത്. വിത്താരയുടെ 7 സീറ്റർ വാഹനമാകും മാരുതി സുസുക്കി പുറത്തിറക്കുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ നിലവിലെ വിപണി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് 5 സീറ്റർ SUV-യിലേക്ക് മാരുതി സുസുക്കി കളം മാറ്റുകയായിരുന്നു. ഗ്രാൻഡ് വിത്താരയുടെ അതേ ഗ്ലോബൽ C പ്ലാറ്റ്ഫോമിലായിരിക്കും എസ്ക്യുഡോയും പുറത്തിറങ്ങുക. രാജ്യാന്തര വിപണിയിലെ വിത്താരയിൽ നിന്ന് പ്രചോദനം കൊണ്ട ഡിസൈൻ എലമെന്റുകൾ വാഹനത്തിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രീമിയം വാഹനങ്ങൾ പുറത്തിറക്കുന്ന മാരുതി സുസുക്കിയുടെ നെക്സ ഷോറൂമുകൾ വഴിയല്ല, മറിച്ച് ജനകീയ വാഹനങ്ങൾ പുറത്തിറക്കുന്ന അരീന ഷോറൂമുകൾ വഴിയാണ് എസ്ക്യുഡോ വിൽപ്പനയ്ക്കെത്തുക. അതുകൊണ്ട് തന്നെ മുടക്കുന്ന പണത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുന്നവരുടെ മോഡലായി എസ്ക്യുഡോ മാറാനുള്ള സാധ്യത കൂടുതലാണ്. ചൈനീസ് കമ്പനിയായ പോക്കോ ഇന്ത്യയിൽ ഒരു സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കുന്നു. 7000 mAh കരുത്തോടെ എത്തുന്ന പോക്കോ M7 Plusന്റെ ടീസർ പുറത്തിറങ്ങി. പുതിയ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചിങ്ങിനെ കുറിച്ച് സൂചന നൽകുന്നതിനായി പോക്കോ ഇന്ത്യയും ഫ്ലിപ്കാർട്ടും അവരുടെ വെബ്സൈറ്റുകളിൽ ഒരു പ്രത്യേക മൈക്രോസൈറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഫോണിന്റെ കറുത്ത ഫിനിഷിലുള്ള പിൻഭാഗത്തെ ഡിസൈൻ ടീസർ വെളിപ്പെടുത്തുന്നു. ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണവും വരാനിരിക്കുന്ന ഫോണിലുണ്ടെന്നാണ് ടീസർ വ്യക്തമാക്കുന്നത്. പോക്കോ ഔദ്യോഗികമായി പേരും ലോഞ്ച് തീയതിയും വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും വരാനിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഈ മാസം 13 പോക്കോ M7 Plus എന്ന പേരിൽ പുറത്തിറങ്ങുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ടീസറിലെ എല്ലാവർക്കും പവർ എന്ന ടാഗ് ലൈൻ ഈ ഡിവൈസ് വലിയ ബാറ്ററിയുമായി വരുമെന്ന് സൂചിപ്പിക്കുന്നു. പോക്കോ M7 Plusൽ 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 7000 mAh ബാറ്ററി ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. പോക്കോ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന സ്മാർട്ട് ഫോണിന് 15000 രൂപയിൽ താഴെ വിലയുണ്ടാകുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. 50 മെഗാപിക്സൽ പ്രൈമറി റിയർ ക്യാമറ സെൻസറും ഉണ്ടായിരിക്കും. സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി 8 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 13,493 രൂപ പ്രാരംഭ വിലയിൽ പുറത്തിറങ്ങിയ പോക്കോ M6 Plusനെ അപേക്ഷിച്ച് പോക്കോ M7 Plusൽ കൂടുതൽ അപ്ഗ്രേഡുകൾ കമ്പനി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദവാരം.
ആക്ഷൻ ത്രില്ലറായ ദ കേസ് ഡയറിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ആകാംക്ഷ നിറഞ്ഞ ഈ പോസ്റ്റർ ഇതിനോടകം തന്നെ വൻ ജനപ്രീതി നേടി. സമീപകാലത്തെ ഏറ്റവും മികച്ച ക്രൈം ആക്ഷൻ ത്രില്ലറായിരുന്ന DNA എന്ന ചിത്രത്തിന് ശേഷം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ ഖാദർ നിർമ്മിച്ച ദിലീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദ കേസ് ഡയറി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അഷ്കർ സൗദാൻ ആണ് ചിത്രത്തിലെ നായകൻ. വിജയരാഘവൻ, രാഹുൽ മാധവ്, സാക്ഷി അഗർവാൾ, റിയാസ് ഖാൻ, അമീർ നിയാസ് എന്നിവരും ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ്. ഇനി പ്രധാന ഇവന്റുകൾ. നിയുക്തി മിനി തൊഴിൽമേള ഈ മാസം 23-ന് തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ വെച്ചാണ് നടക്കുക. ഇന്റർനാഷണൽ പോളിമർ എക്സിബിഷൻ കേപ്ലെക്സ് 2025 സെപ്റ്റംബർ 11 മുതൽ 14 വരെയുള്ള തീയതികളിൽ അങ്കമാലി അറ്റ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.